നീ പണം ക്യാഷായിട്ട് ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ട് നീക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ചോദ്യം, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ പൈസ വിഡ്രോ ചെയ്തില്ലെന്നറിയാം. പൈസ വിഡ്രോ ചെയ്ത് നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കോ കൊടുത്തോട്ടെ, പൈസ അന്നന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തെളിഞ്ഞല്ലോ പൈസ എടുത്തിട്ടുണ്ട്. ഒരു ഇതെങ്കിലും അവരുടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? പോലീസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ. പോലീസ് എന്ന് വെച്ചാൽ പോലീസ് സേനയോടല്ല. കാരണം പോലീസ് എന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം വാദി ഞങ്ങൾ കേസ് കൊടുക്കുന്നു, അവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു. കൗണ്ടർ കേസിൽ കൃത്യമായി അന്വേഷിച്ചാണ് ഇങ്ങനൊരു നടപടി എടുക്കുന്നത്. നോൺ ബെയിലബിളായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നടക്കുന്നത്. ഞാൻ പറയുന്നത് ഈ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുക, അവിടെ പ്രശ്നം തീരും. 2, കൃത്യമായി കുഴപ്പങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ജാതി കാർഡ് എടുത്ത് ഉപയോഗിക്കും. ഏറ്റവും അപകടകരമായൊരു കാര്യമാണ്. ഒന്ന് മനസ്സിലാക്കുക, ഞാൻ ഇലക്ഷൻ നിന്ന സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയായ വലിയതുറ ഈ ഭാഗത്താണ് ഞാൻ ഇലക്ഷൻ നിന്നത്. തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് വലിയതുറ വരുന്നത്. ഈ ഇലക്ഷന് ശേഷവും ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും അവിടെ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ജാതി മതവും നോക്കിയല്ല ഈ ജോലിക്ക് ആൾക്കാരെ എടുക്കുന്നത്. ആരെങ്കിലും വരുന്നു, അവർ നല്ലവരാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും. ഞാൻ ഇവർക്ക് വേണ്ടി ഏറ്റവും വർക്ക് ചെയ്തു. എന്നിട്ട് ഇനി ജാതി ഒന്നും ജനങ്ങൾക്ക് മതവും ജാതിയും തിരിച്ചറിയില്ല. ഒന്നാമത്തെ കാര്യം. ഒന്ന്, മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ അവർക്ക് എന്ത് ജാതിയാണ്? അവർ ക്രിസ്ത്യൻ സമൂഹത്തിൽ വരുന്നവരാണ്. ഇനി നമ്മുടെ സ്റ്റാഫായിട്ട് എടുക്കുന്നവർ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ വേറെ ഏത് ജാതിയാണോ, ഇതൊന്നും നോക്കി ഇന്നവരെടുത്തിട്ടില്ല. എൻ്റെ മകളൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ കല്യാണം കഴിച്ചത് ജാതി നോക്കാതെ. എൻ്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നത് മറ്റു ജാതികളിൽ നിന്ന്. ഇനി എൻ്റെ മറ്റു മക്കളൊക്കെ ആരെ കല്യാണം കഴിക്കാമോന്നും എനിക്കറിയില്ല. ആരെ കഴിച്ചാലും നമുക്കിതൊന്നും ബാധകമല്ല. തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ. ഞാനൊക്കെ എനിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടിരുന്നത്. ഇതിനും എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എനിക്കെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പിൽ പോലും SC/ST ഇല്ല. കാരണം അവർ ഈ ജാതിയെ പറഞ്ഞു. ഞാൻ ആരെയും നമ്മൾ ഒരിടത്തും അധിക്ഷേപിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒറ്റ അപേക്ഷയുള്ളൂ. ആദ്യം തന്നെ ഒരു നന്ദി പറയാൻ വിട്ടുപോയി. ഇന്നലെ ഈ സംഭവം എനിക്കെതിരെ ആദ്യം എന്തൊക്കെയോ വന്നു. പത്രമാധ്യമ ഇന്ന് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ഇന്നലെ കൃത്യമായി ഇത് വെളിയിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മളല്ല കുറ്റക്കാരെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനാദ്യം ഒരു നന്ദി ഞാൻ പറയാൻ വിട്ടുപോയി. അല്ല, വീഴ്ചയാണല്ലോ ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പോലീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. കാരണം നമ്മൾ മൊത്തത്തിൽ പോലീസിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു സേനയുടെ ഒരു മനോവീര്യം തകർക്കുന്ന പരിപാടിയാണ്. എത്ര നന്നായിട്ടാണ് പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. പക്ഷേ ചില മേഖലകളിൽ ചിലർ ഇടപെട്ട് കഴിയുമ്പോൾ ചില ഉദ്യോഗസ്ഥർ ചിലപ്പോൾ രാഷ്ട്രീയ ചിന്ത, ഇപ്പോൾ എൻ്റെ പ്രത്യയശാസ്ത്രവുമായിട്ട് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതിനകത്ത് രാഷ്ട്രീയം മതം ഒന്നും കലർത്താൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എൻ്റെ അച്ഛൻ യൂണിഫോം ധരിച്ചിരുന്ന ഒരാളാണ്. അൺബയസ്ഡ് ആയിരിക്കണം. ഒരു ആൾക്ക് വേണ്ടിയും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രവർത്തിക്കാതിരിക്കുക. ഞാൻ പോലും കേസ് അന്വേഷണത്തിൽ പോയപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ, എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട, പക്ഷേ നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക. ആദ്യം കേസ് കൊടുത്ത ഞങ്ങളാണ്. അത് വെച്ചിട്ട് ഈ കുട്ടികൾ പണം എടുത്തിട്ടുണ്ടല്ലോ, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം അന്വേഷിക്കൂ. ഇതിനകത്ത് ടാക്സ് മറ്റേതൊക്കെ ഞങ്ങളല്ലേ അടയ്ക്കുന്നത്. ഇനി അപകടം വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇത്തരം പണം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും. അവർ സൂക്ഷിച്ചാൽ മതി. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. കണക്കായിട്ടാണ് ഇപ്പോഴും പല ചോദ്യങ്ങളും വരുന്നത്. കാരണം ഇത്രയും രൂപ പോയിട്ടും നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അല്ല, അത് കറക്റ്റ് ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ പറയാം, നമ്മൾ ഈ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് ഇവളൊരു ചെറിയ ബിസിനസ് തുടങ്ങുന്നു. അവളുടെ സമയം കൊണ്ടോ അവളുടെ പ്രവൃത്തി കൊണ്ടോ ഇത് കയറി ക്ലിക്കാവുന്നു, ടേൺ ഓവർ കൂടുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പെൺകുട്ടി തന്നെ ചോദിച്ചുകൊണ്ട് കൊള്ളാം. മോളുടെ അമ്മയടുത്തൊക്കെ ചോദിച്ചാൽ അറിയും. ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ പലതരത്തിലുള്ള സിക്നസ്സുകൾ വരും. പ്രത്യേകിച്ച് മോർണിംഗ് സിക്നസ്. ഇവർക്ക് ഛർദിലും മറ്റും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലും വീടുമാണ്. ഇതിനിടയ്ക്ക് കല്യാണം, ഇതെല്ലാം കൂടി ആകുമ്പോൾ ശ്രദ്ധ പോയി. അതിൽ യാതൊരു തർക്കമില്ല. ഞാൻ ആദ്യം എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളുടെ നോട്ടപ്പശക് സംഭവിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ മോളെന്ത് വിചാരിക്കുന്നത്? ഇല്ല അച്ഛാ, നമ്മുടെ മക്കൾ അവർ കറക്റ്റ്, എൻ്റെ മക്കൾ എൻ്റെ പിള്ളേരെന്നാണ് പറയുന്നത്. അവരെ വിശ്വസിച്ചു. ഈ കുട്ടികളുമായിട്ട് അസാമാന്യമായ ബന്ധമുണ്ട്. ഈ ദിയയുടെ ഓരോ ഫംഗ്ഷനുകൾ ജീവിതത്തിൽ നടക്കുമ്പോഴും ഈ കുട്ടികൾ സൈഡിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഫോട്ടോസാണ്. ഇവരതിനകത്ത് വീണ്ടും ജാതിക്കാര്യം പറയാം. ഈ കുട്ടികളെ ദിയ വിളിച്ചു വരുത്തി ഏതോ ഒരു പൂജ പോലെ പടിയിൽ കല്യാണം കഴിഞ്ഞവർ, ഈ കൂട്ടത്തിൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞതാണ്, ഒരു കുട്ടി 2 പേരും, അവരെ കൊണ്ട് പൂജ നടത്തുന്നു, ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ഇല്ലാ കഥ എടുത്തിടുക. കാരണം ഒറ്റക്കാര്യം നിങ്ങളും ചോദിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് പോലീസ് പരിശോധിക്കുന്നില്ല? അല്ല, പോലീസ് ഉദ്യോഗസ്ഥൻ മ്യൂസിയം സ്റ്റേഷനിലാണ് പരാതി. അത് അന്വേഷിച്ചിട്ട് അതിൻ്റെ മാത്രം കണക്ക് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നിരിക്കുന്നു. ഈ 15 രൂപ ശമ്പളത്തിൽ അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. ഇവരുടെ അക്കൗണ്ടിൽ എങ്ങനെ ഈ പണം വന്നു? മറ്റൊരു കാര്യം, താങ്കൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസിൽ ഗുരുതര ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി, പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു, അതിനോടൊപ്പം തന്നെ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നടക്കം ഗുരുതര ആരോപണങ്ങളുണ്ട്. ഇതിലെന്താണ് പ്രതികരണം? അല്ല, അതാ പറഞ്ഞത്. ഇത് പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ വെറുതെ നമ്മളൊരു ചാനലിന്റെ മുമ്പിൽ ഒന്ന് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ നിങ്ങൾ തിരിച്ചെടുത്ത് ഇതിന് എന്താ തെളിവെന്ന് ചോദിച്ചാൽ ഞാൻ തെളിവ് കൊണ്ടുവരണം. ഇപ്പം ഞാനാണ് ആദ്യം കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ ഞാൻ റെസീറ്റ് കാണിക്കുകയാണ്. അല്ലാതെ വെറുതെ ഒരു ആരോപണം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ കുട്ടികൾക്കെതിരെ
ഇന്നലെ ഈ ഇഷ്യൂ അവരുടെ നിങ്ങൾക്ക് പോലും വിവരം കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതോ മ്യൂസിക് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നു. അതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അപ്പം ഞാൻ ഇവരെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് പോകുന്ന വെച്ചാൽ എൻ്റെ മക്കളെ പോലെ തന്നെ ഇവരും പെൺകുട്ടികളാണ്. ഇവർക്കും സുരക്ഷിതമായി മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഇത് അന്വേഷിക്കേണ്ട പോലീസാണ്. ഓൾറെഡി എല്ലാ വീഡിയോയും ഞങ്ങളുടെ ഇരിക്കുന്ന കൊടുത്തു കഴിഞ്ഞു. ഈ പരിസരത്തുള്ള എല്ലാ വീഡിയോകളും, അതായത് എൻ്റെ ഓഫീസിനെതിരെയുള്ളത്, മക്കളുടെ ഓഫീസിൽ, എല്ലായിടത്തും വന്ന് വീഡിയോ പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് മാത്രം അന്വേഷിച്ചാൽ മതി. നിങ്ങൾ രാത്രിയിലൊരു വീഡിയോ പുറത്തുവിട്ടത് യൂട്യൂബ് ചാനലിൽ, അതിൽ ഇത്തരത്തിൽ ഇവർ കുറ്റസമ്മതം നടത്തുന്ന സ്വഭാവത്തിലുള്ള ഒരു ദൃശ്യമാണ്. അതായത് മുൻപ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ 40,000 രൂപയോളം പലതവണയായി ഇട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കുറ്റസമ്മതം ഇതിൽ തെളിവായി തന്നെ മുന്നോട്ട് വെക്കുകയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതിനകത്ത് തട്ടിക്കൊണ്ടുപോലെ ഒന്നുമില്ല. അവരവരുടെ വീട്ടിലിരിക്കുന്ന വീഡിയോ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ വീട്ടിലിരിക്കുന്നു, അവരുടെ വീട്ടിലിരുന്ന് അവരെടുത്ത വീഡിയോ ഇതാരാ പുറത്ത് വിട്ടത്? ആദ്യം ആലോചിക്കൂ. അവരുടെ ഫോണിലിരിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ ഇവരുടെ പുറകിൽ ഇവരെ നശിപ്പിക്കാനാണോ ഇവരെ നല്ലതാക്കാനാണോ ആരോ ഒരു കുബുദ്ധി ഇവരുടെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആർക്കോൺ മറ്റേ ഫ്ലാറ്റിന്റെ താഴെ ഇരിക്കുന്നു, അത് നിങ്ങൾ നോക്കൂ. ഇവർ പൈസയുമായിട്ട് മോളുടെ ഫ്ലാറ്റിന്റെ താഴെ വന്നിരിക്കുക. അതിനകത്ത് നിങ്ങൾ നോക്കൂ, ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഒരു ഫ്രെയിമിൽ? എൻ്റെ മകളും ഭാര്യയല്ല എൻ്റെ അത് സംസാരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവരിറക്കുന്ന തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പണം കൊണ്ടുപോയാൽ നമ്മൾ അവരോടല്ലേ ചോദിക്കേണ്ട? ആദ്യം നിങ്ങൾ എടുത്തോ ഇല്ലെന്ന് ചോദിക്കണ്ടേ? ഒരു കാരണം അറിയാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ കുട്ടികൾ ഇതെടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഇവർ പണവുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ ഫോൺ കാണിക്കാൻ പറഞ്ഞു. ഫോൺ കാണിച്ച ഫോണിനകത്ത് GPayക്കകത്ത് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്ന പണത്തിൻ്റെ മുഴുവൻ റെക്കോർഡ്സ് കിടക്കുക. നമ്മൾ കോൾ ഹിസ്റ്ററി അല്ല ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയാൽ മതിയല്ലോ. അത് നോക്കുമ്പോൾ എത്രയോ ലക്ഷങ്ങൾ അതിനകത്ത് പോയിരിക്കുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ പറഞ്ഞു ഇതല്ല, ഇത്രയും പൈസ പോരാ, ഈ നിങ്ങൾ എടുത്ത പൈസ തരൂ. അപ്പോൾ അസോസിയേഷൻ്റെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ താഴെ ആൾക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റുകാരെന്താ പറയുക? പ്രശ്നമാർ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാവും ഫ്ലാറ്റുകാർക്ക്. ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ പോകുന്നു, അതിനുള്ള വീഡിയോ ഉണ്ട്. ഞങ്ങളുടെ കാറിൽ കയറുന്നത്, കാറിൽ നിറങ്ങുന്നത്, ഞങ്ങളുടെ ഓഫീസിൽ ഇരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ഫോൺ പിടിച്ചു വാങ്ങി വെച്ച് മറ്റുള്ളവരോട് ബന്ധപ്പെടാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തിനാ ആ വീഡിയോയ്ക്ക് തന്നെ ഒരു ഫോൺ വെച്ചിരിക്കുന്നത്? ഈ മറ്റൊരു കാര്യം ചെയ്തത്, താങ്കൾ ഒരു ദൃശ്യങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ താങ്കളടക്കം ഒരു പേപ്പറിൽ അവരുടെ ഒപ്പിട്ട് വാങ്ങുന്നത്, അതിലെ കണ്ടന്റ് എന്താണ്? ഇവർ പൈസ ഇത്രാം തീയതിക്കകം 15 ലക്ഷം രൂപ 5 വെച്ച് ഓരോരുത്തർ. അതിൻ്റെ രസം എന്താ, ഈ 69 ലക്ഷം പോലും ഞാൻ കട്ട് ചെയ്ത ദിവസം 22 ലക്ഷമാക്കി. നിങ്ങൾ അതെങ്കിലും എന്താ? അപ്പോൾ അവർ പറഞ്ഞ് തരാം. അങ്ങനെ 5 വെച്ചിട്ട് എത്ര 3 മാസം ഗ്യാപ്പിൽ ഡിസംബറാണ് ലാസ്റ്റ് പേയ്മെന്റ് ചെയ്ത് കേട്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ തന്നെ കണ്ടില്ല, അവരെന്നെ കാണിക്കുക. 5 ലക്ഷം വീതം തങ്ങൾ തരാമെന്ന് എഴുതി, അങ്ങനെ 15 ലക്ഷം രൂപ മൊത്തത്തിൽ ബാക്കി തരാം. അങ്ങനെ 22 ലക്ഷത്തിൽ അവസാനിപ്പിച്ചു. 8 ലക്ഷം കഴിച്ചിട്ട് അല്ല, പിന്നെ അവർ പറയുന്നത് അവരുടെ അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പരാതിപ്പെട്ടിട്ടേ ഇല്ലല്ലോ. ഇതിന് ശേഷം രാത്രി മകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണല്ലോ ഞാൻ കേസിൽ പോകുന്നത്. പിന്നെ ശരി തന്നെയല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ പണം പോകുന്ന ആളുടെ വിഷമം വരും. പണം പോകുമ്പോൾ നമ്മൾ വിളിച്ച് സ്നേഹിക്കുകയും ഉമ്മയ്ക്കൊന്നുമില്ല ചെയ്യുന്നത്. ഇതൊക്കെ ഏറ്റവും മിനിമം അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് പൈസ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10,000 രൂപ തട്ടിക്കൊണ്ടുപോയി നമുക്ക് നിശ്ചയമുണ്ട് ഇന്ന ആളെ തട്ടിക്കൊണ്ടുപോയി നമ്മൾ വിടുവോ? സംസാരം വളരെ മാന്യമായിരിക്കും. ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. ആർക്കും അല്ല. എൻ്റെ സ്വാഭാവികം എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പണം പോയാൽ ഞാൻ ആരോടാ ചോദിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിക്കൂ. ഞാൻ ചോദിക്കേണ്ട എൻ്റെ സ്റ്റാഫിനോട് ചോദിക്കുന്നത്. ഇത് ഞാനെന്നല്ല, ആരാണെങ്കിലും ചോദിച്ചു പോവും. പിന്നെ ഞാനവിടെ ഫോൺ കോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തോളം പറയൂ. കാരണം ഇതിനു മുമ്പ് ഇവിടെ പല രാഷ്ട്രീയക്കാരുടെ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, MLA-മാരുടെയൊക്കെ. ഇതൊക്കെ ഒരു രസമാണ്. അതിലെല്ലാം തോറ്റു കഴിയുമ്പോൾ പിടിക്കപ്പെടുമ്പോൾ ലാസ്റ്റ് റിസോർട്ടാണ് ജാതിക്കാട് എടുത്തത്. ഇനിയിപ്പോൾ നേരെ പോവുകയാണ്, ലോയർ വരും, അവരോട് സംസാരിച്ചിട്ട് കൊടുത്തല്ലോ. ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്തോ വളരെ പോസിറ്റീവ് നമുക്ക് വളരെ ആശ്വാസകരവുമായ. കാരണം ഈ കോമൺ സെൻസ് ഉള്ളവരാണ് ഭരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, അവരൊന്നും വെറുതെ അല്ല സ്ഥാനത്തെത്തുന്നത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കൗണ്ടർ കേസാണ്. മാത്രവുമല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന തെളിവുകൾ മുഴുവൻ കാണുമ്പോൾ ഒരു സെക്കൻഡ് മതിയല്ലോ. ഇതുവരെ നടക്കാത്തൊരു കാര്യം ആലോചിക്കുക. ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചാൽ ഈ കേസ് അവിടെ തീരും. മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ താങ്കൾ പറഞ്ഞനുസരിച്ച് 15 ലക്ഷം രൂപ മാസം ഘട്ടങ്ങളായിട്ട് അവർ 15 ലക്ഷം അല്ലല്ല, മൊത്തത്തിൽ 15 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ഓൾറെഡി അവർ ക്യാഷ് ആയിട്ട് തന്നു എന്ന് പറയുന്നത്. അപ്പോൾ 23 ലക്ഷം 8,83,000 രൂപ. 23 ലക്ഷം രൂപ ടോട്ടല് വരും. അപ്പോൾ ബാക്കി തുക നിങ്ങൾ വേണ്ടെന്ന് വെച്ചോ? അല്ല, അവന് ഇനി അതില്ല. ഇത് അന്നത്തെ കോംപ്രമൈസ് ഫോർമുലയിൽ അന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ലല്ലോ. നമുക്കിത് ഇത്ര വലിയ സ്വാഭാവികമായിട്ടും ഇവരല്ല. ഇവരുടെ പിന്നിൽ ആരോ ഉണ്ട്. കാരണം ഇവര് പൈസ പലരുടെ ഇനിയിപ്പോൾ അതവനെ പോലീസ് അന്വേഷിച്ചാൽ കാണാം ഇവരുടെ പൈസ ആരുടെ അക്കൗണ്ടിലോട്ട് പോയിരിക്കുന്നു.
പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആരോപിക്കുന്നത്. കാരണം ഈ കുട്ടികൾക്ക് ലോബിയാണ് ഇതിൽ കളിക്കുന്നതെന്നാണ്. ആയിരിക്കാം, ഇതൊന്നും നമ്മൾ കാണാത്ത കാര്യം പറയാൻ പറ്റില്ല. കാരണം ഈ കുട്ടികൾ സാധാരണ വീട്ടിലെ കുട്ടികളാണ്, ഇവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പിന്നിൽ അല്ലെ തന്നെ ഇപ്പോൾ ആലോചിക്കുക, ഈ സ്റ്റേഷനിലോട്ട് കുട്ടികളെ കൊണ്ടുവന്നതൊക്കെ ആരോ 2 പേര് അവർ പറഞ്ഞു കൊടുക്കുന്ന കുട്ടി പ്രകാരം ഈ കുട്ടി സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവരെ ഞങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഇന്നലെ ഇതിലൊരു പെൺകുട്ടി പറഞ്ഞത് ഇവർ അവിടെ നിന്ന് മടങ്ങാൻ നേരം ഇത് പുറത്ത് പറഞ്ഞാൽ ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അടുത്ത ആളാണ്, എനിക്ക് നിങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അറിയാമെന്ന് അടക്കമുള്ള തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും BJPയുടെ അടക്കമുള്ള സ്വാധീനവും ഉപയോഗിച്ച് ഇതിനെ നേരിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് അവർ പറഞ്ഞത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത്രയും തെളിവുകൾ ഓരോന്നും കൊണ്ടിരുന്നില്ലേ? ഇതിന്റെ തെളിവ് എവിടെയും ചോദിക്കൂ. ആരോപണം ആർക്ക് വേണം ഉന്നയിക്കാം. നിങ്ങൾ പത്രമാധ്യമത്തിലുള്ള ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ദൂരദർശനിൽ ഇതുപോലെ റിപ്പോർട്ടറും ന്യൂസ് റീഡറുമായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അന്ന് തൊട്ടേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്യാമറയുടെ മുമ്പിൽ പലതും പറയാം, അത് ചിലപ്പോൾ നമ്മളെ ഒന്ന് ചെളിവാരി എറിയാനും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷേ കോടതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഒന്നും നടക്കത്തില്ല. ശാസ്ത്രീയമായ തെളിവുകളില്ലെങ്കിൽ അവിടെ കേസ് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി നമുക്ക് നല്ല ലോയേഴ്സ് ഉണ്ട്, നമ്മൾ മുന്നോട്ട് പോകുന്നു. ലീഗലായിട്ട് അവരെന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യുക. 69 ലക്ഷത്തിൽ കൂടുതൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഓഡിറ്റ് മൊത്തം മുഴുവനായി പരിശോധിച്ചു? അല്ല, അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ക്യാഷ് പോയിരിക്കുന്നു, സ്റ്റോക്ക് പോയിരിക്കുന്നു. ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ തെളിവില്ല ഇവരെടുത്തിരിക്കുന്നതായിട്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കാൻ ജീവിതത്തിൽ താല്പര്യമില്ലാത്തൊരു കുടുംബമാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. 69 ലക്ഷമാണ് ഇപ്പോൾ നിലവിൽ കണക്ക്. കാരണം നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ടുകൾ ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഇത്ര സാധനം വാങ്ങിച്ചു, ഇന്നതിലോട്ടാണ് പൈസ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ മോളൊരു ഇട്ടിട്ടുണ്ട്, മ്യൂസിയം സ്റ്റേഷനിലേക്ക് നിങ്ങൾ പരാതിപ്പെടുക, നിങ്ങളുടെ പൈസ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര കേസ് വന്നെന്ന് മാത്രം നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഈ പറയുന്ന എല്ലാം പൊതു മാധ്യമങ്ങളിൽ തന്നെ സാധനം കിടക്കുന്നത്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ സാധനങ്ങൾ കിടക്കുകയാണ്. മോൾ അയച്ചിരിക്കുന്ന രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടിരിക്കുക. എൻ്റെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർ കേസ് ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഇത്ര രൂപയാണ് പോയിരിക്കുന്നത്, ഇതിനെതിരെ നടപടി അവരെടുക്കട്ടെ. ഈ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് വാങ്ങിയല്ലോ, അത് പോലീസിൽ സമർപ്പിച്ചോ? അവർ ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒപ്പിട്ട്? ഞങ്ങൾ ഇതൊന്നും പോലീസിലോ ഒന്നും കൊടുത്തിട്ടില്ല, അവർ നമുക്ക് തന്നിരിക്കുന്ന സംഭവം. ഇനിയിപ്പോൾ ഇതെല്ലാം സ്റ്റേഷനിൽ ഹാജരാക്കും നമ്മൾ. ഇതിൽ ഈ ഇന്നലെ വാർത്ത അതിനുശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടായി? ബാക്കിംഗ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ CCTV ബന്ധപ്പെട്ടോ ഒരു തരത്തിലുണ്ടായില്ല. അപ്പോൾ പോലീസ് ഇതുവരെ എന്താണ് ചെയ്തത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്? ഈ നമുക്കെതിരെ ഇത് ഈ നിയമ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ കൊടുത്ത പരാതിയിലും നമുക്കെതിരായ പരാതിയിലും പോലീസിന്റെ എന്ത് ഇടപെടലാണ് ഉണ്ടായിരുന്നത്? ഞാനാകെ എനിക്ക് കാണാൻ കഴിയുന്നത്, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്, ഞങ്ങളുടെ എല്ലാ ഓഫീസിൽ വന്നിട്ട് എല്ലാ വീഡിയോസും ഈ ഇതുണ്ടല്ലോ CCTV വീഡിയോസ് ഇത് മുഴുവൻ ശേഖരിച്ചു കൊണ്ടുപോയി അപ്പുറത്തെ വീടുകളിൽ നിന്ന്. അതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം പോയപ്പോഴും ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ട എല്ലാം കൊടുത്തിരിക്കുന്നു പരാതിയിൽ. അവരാണ് നടപടി എടുക്കേണ്ടത്.